ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറയുന്ന ചിന്ത ഒരു വലിയ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. മറക്കല്ലേ, ഒരു വലിയ മാർക്കറ്റിൽ തടിയുടെ ബിസിനസ് നടക്കുകയാണ്. തടി ആയിരക്കണക്കിന് ലോറികളിൽ തടി കൊണ്ടുവന്ന് ആൾക്കാർ അതിന് വില പറയാം. ഇപ്പോൾ ഒരു വയസ്സനായ മനുഷ്യൻ ഈ കച്ചവടങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ട് ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ ഊറിച്ചിരിച്ച് നിൽക്കുക. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചു, സാറ് തടി വാങ്ങുന്നില്ലേ? ഉടനെ പറഞ്ഞു, ഞാൻ തടി വാങ്ങാം, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള തടി വരട്ടെ. പക്ഷെ വരുന്ന ലോറിക്കാരോട് മുഴുവൻ ചോദിച്ചു, ഇത് എവിടുന്ന് വരുന്ന തടിയാ? അപ്പോൾ അവർ സ്ഥലം പറയും. അപ്പോൾ പറയും വേണ്ട. അടുത്ത ലോറിക്കാരോട് ചോദിച്ചു, ഇത് എവിടുന്ന് വരുന്ന തടിയാ? സ്ഥലം പറഞ്ഞു, വേണ്ട. ഒടുക്കം ചില ലോറികൾ വന്നപ്പോൾ ചോദിച്ചു, ഇത് എവിടുന്ന് വരുന്ന തടിയാ? അപ്പോൾ സ്ഥലം പറഞ്ഞു. ആ സ്ഥലം ഉയർന്ന പർവ്വതങ്ങൾ, ഉയർന്ന മലകൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്ന തടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ലോറിയിലെ തടി എനിക്ക് വേണം. എന്താ സാർ, ഇത് നല്ല തടിയാണോ കാതലുള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ട വാങ്ങാൻ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇത് വളർന്ന സ്ഥലം എനിക്കറിയാം, അത് ഉയർന്ന പർവ്വതങ്ങളാണ്. ആ ഉയർന്ന പർവ്വതത്തിൽ ഇത്രയും വലിപ്പം വരെ ആ തടി വളരണമെങ്കിൽ ശക്തമായ കാറ്റും വലിയ പ്രതികൂലവും സഹിച്ച് ഇത്രയും വലിപ്പം ആ തടിക്ക് വെക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. അതുകൊണ്ട് എനിക്കറിയാം അതിനകത്ത് 99% കാതലായിരിക്കും. പ്രതികൂലത്തിനകത്ത് വളരുന്ന, പ്രതിസന്ധികളിൽ വളരുന്ന, കഷ്ടതയിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുടെ നടുവിൽ വളർന്നു വരുന്ന ഒരു വ്യക്തി, അവൻ സാവധാനമേ വളരൂ, പക്ഷേ വളരുന്നത് മുഴുവൻ പ്രയോജനമുള്ളതായിരിക്കും. സ്നേഹിത, കുഞ്ഞേ, നീ വളരുകയാണ്, ക്രിസ്തുവിൽ വളരുകയാണ്. താഴ്വരയിലെ ചതുപ്പ് നിലത്തിൽ വെള്ളത്തിനകത്ത് നല്ല മണ്ണിനകത്ത് പെട്ടെന്ന് വളർന്നിട്ട് പെട്ടെന്ന് തകർന്നു പോകരുത്. സാവധാനം വളരാം. ആഴത്തിലേക്ക് വേരുകൾ ഇറങ്ങട്ടെ. കാറ്റും പ്രതികൂലങ്ങളും വരുമ്പോൾ ആടി ഉലയുമ്പോഴും മറിഞ്ഞു വീഴാതെ ശാന്തമായി നിന്ന് വേരിറങ്ങി വളരുന്ന ഈ തടി പോലെ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ആകട്ടെ. അതുകൊണ്ട് ഞാൻ എളുപ്പമെന്ന് പണക്കാരനാകണം, ഞാൻ എളുപ്പമെന്ന് ആരോഗ്യമുള്ളവനാകണം, എനിക്ക് എളുപ്പമെന്ന് സൗന്ദര്യമുണ്ടാകണം എന്നുള്ള ചിന്തകളൊക്കെ മാറ്റാം. എനിക്ക് എളുപ്പമെന്ന് ഫേമസ് ആകണം, കീർത്തി വരണം, ആ ചിന്തകൾ വിടുക. സാവധാനം വളരുക. അത് പ്രയോജനമുള്ള വളർച്ചയായിരിക്കും, അത് അനുഗ്രഹമായ വളർച്ചയായിരിക്കും. ഈ ചിന്ത മറക്കല്ലേ. ഗോഡ് ബ്ലെസ് യു.